തളിപ്പറമ്പിലെ പി.കെ. ശ്യാമളയുടെ സ്ഥാനാർത്ഥിത്വം പുനരാലോചിക്കാൻ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഒരുങ്ങുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. MV ജയരാജനെ തളിപ്പറമ്പിൽ പരിഗണിക്കാനാണ് സാധ്യത. ശ്യാമളയ്ക്കെതിരെ അണികളിൽ നിന്ന് എതിർപ്പുയർന്നതോടെയാണ് സ്ഥാനാർത്ഥിത്വം പുനരാലോചിക്കുന്നത്. അന്തിമ തീരുമാനമെടുക്കുന്നത് ഇന്ന് ചേരുന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റിലായിരിക്കും. സുനിൽ ഐസക് വിവരങ്ങൾ നൽകും. സുനിൽ, പി.കെ. ശ്യാമളയുടെ സ്ഥാനാർത്ഥിത്വത്തിനെതിരെ അണികൾക്കിടയിൽ നിന്ന് തന്നെ വലിയ പ്രതിഷേധം ഉയർന്ന ഒരു സാഹചര്യത്തിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇക്കാര്യത്തിൽ വീണ്ടും ഒരു പുനരാലോചനയിലേക്ക് പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. അങ്ങനെ പി.കെ. ശ്യാമള അല്ലെങ്കിൽ അവിടെ MV ജയരാജനായിരിക്കുമോ സ്ഥാനാർത്ഥി, അതോ മറ്റ് പേരുകൾ കൂടി പരിഗണിക്കുന്നുണ്ടോ? എന്തൊക്കെയാണ് വിവരങ്ങൾ സുനിൽ? ഹിൽസി, പി.കെ. ശ്യാമളയെ തളിപ്പറമ്പിൽ സ്ഥാനാർത്ഥിയാക്കാൻ CPMന്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് ഇന്നലെ ശുപാർശ ചെയ്തെന്ന വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ വ്യാപകമായ പ്രതിഷേധമാണ് അണികളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. പ്രത്യേകിച്ച് CPMനെ സപ്പോർട്ട് ചെയ്യുന്ന സോഷ്യൽ മീഡിയ പേജുകൾ, ഒപ്പം CPMന്റെ അണികൾ അടക്കമുള്ള ആളുകൾ ഇക്കാര്യത്തിൽ അതിശക്തമായ വിയോജിപ്പുമായി പരസ്യമായി തന്നെ രംഗത്തിറങ്ങിയിട്ടുണ്ട്. മാത്രമല്ല, CPMന്റെ തളിപ്പറമ്പ് ഏരിയ കമ്മിറ്റി അംഗങ്ങൾക്കിടയിൽ തന്നെ ഇക്കാര്യത്തിൽ രണ്ട് അഭിപ്രായമുണ്ട് എന്ന വാർത്തകൾ കൂടി പുറത്തേക്ക് വരുന്നുണ്ട്. അതായത് പി.കെ. ശ്യാമള തളിപ്പറമ്പിൽ ഒരു മികച്ച സ്ഥാനാർത്ഥിയാവില്ല, ഒരുപക്ഷെ CPMന്റെ സ്വന്തം തട്ടകമായ തളിപ്പറമ്പ് നഷ്ടപ്പെടുത്തുന്ന തരത്തിലേക്ക് പാർട്ടിയുടെ തീരുമാനം എത്തിച്ചേരും എന്ന തരത്തിലാണ് അണികളുടെ ഭാഗത്തു നിന്ന് വ്യാപകമായ പ്രതിഷേധം ഉയർന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ പി.കെ. ശ്യാമളയെ സ്ഥാനാർത്ഥിയാക്കാൻ CPM സെക്രട്ടേറിയറ്റ് തീരുമാനിച്ചെന്ന വാർത്ത പൂർണ്ണമായും ജില്ലാ സെക്രട്ടേറിയറ്റോ ജില്ലാ നേതാക്കളോ അംഗീകരിക്കുന്നില്ല. അവർ പറയുന്നത് അങ്ങനെ ഒരു പൂർണ്ണമായ തീരുമാനത്തിലേക്ക് പാർട്ടി സെക്രട്ടേറിയറ്റ് എത്തിയിട്ടില്ല. മാധ്യമ വാർത്തകളുടെ മാത്രം അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഉയരുന്നത് എന്ന നിലപാടാണ് CPMന്റെ ജില്ലാ നേതാക്കളുമായി സംസാരിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും ഈ വലിയ തോതിലുണ്ടാകുന്ന പ്രതിഷേധം അത് പാർട്ടി ഗൗരവമായി തന്നെ എടുത്തിട്ടുണ്ട് എന്ന വിവരമാണ് ഇന്നലെ രാത്രിയോടുകൂടി പുറത്തു വരുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് ചേരുന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ഏറെ നിർണായകമാണ്. ഈ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പി.കെ. ശ്യാമളയുടെ തളിപ്പറമ്പിലെ സ്ഥാനാർത്ഥിത്വത്തിന്റെ കാര്യത്തിൽ പുനരാലോചന ഉണ്ടായേക്കുമെന്ന നിർണായകമായ വിവരമാണ് പുറത്തു വരുന്നത്. അതായത് CPMന്റെ കണ്ണൂരിൽ നിന്ന് തന്നെയുള്ള ചില നേതാക്കൾ ഇക്കാര്യത്തിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ അതൃപ്തി അറിയിക്കാനുള്ള സാധ്യതയുമുണ്ട്. മാത്രമല്ല, ഉയർന്നു വരുന്ന പ്രതിഷേധങ്ങൾ പാർട്ടി സംസ്ഥാന നേതൃത്വത്തിന്റെ ശ്രദ്ധയിൽ നേതാക്കൾ പെടുത്തിയിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരം വലിയ എതിർപ്പുകളെ അവഗണിച്ചുകൊണ്ട് ശ്യാമളയെ അവിടെ സ്ഥാനാർത്ഥിയാക്കാനുള്ള സാധ്യത കുറവാണെന്ന വിവരമാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാവുന്നത്. എന്തായാലും പി.കെ. ശ്യാമളയെ അവിടെ പരിഗണിച്ചില്ലെങ്കിൽ പകരക്കാരനായി പരിഗണിക്കുന്നത് MV ജയരാജന്റെ പേരാണ്. പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം കൂടിയാണ് MV ജയരാജൻ. അതുകൊണ്ട് തന്നെ MV ജയരാജനെ തളിപ്പറമ്പിൽ പരിഗണിക്കാനുള്ള ഒരു നിർദ്ദേശം കൂടി ചില ഭാഗങ്ങളിൽ നിന്ന് സംസ്ഥാന നേതൃത്വത്തിലേക്ക് എത്തിയിട്ടുണ്ട്. അത് ഇന്നത്തെ സെക്രട്ടേറിയറ്റ് ഗൗരവമായി തന്നെ ചർച്ച ചെയ്യും. പക്ഷേ ഇതിലൊരു പ്രധാനപ്പെട്ട വിഷയം, ഈ നേരത്തെ നടന്ന സംസ്ഥാന നേതൃയോഗത്തിൽ MV ഗോവിന്ദൻ തന്നെയാണ് പി.കെ. ശ്യാമളയെ അവിടെ സ്ഥാനാർത്ഥിയാക്കണമെന്ന നിലപാട് മുന്നോട്ട് വയ്ക്കുന്നത്. അതായത് നേരത്തെ വിജയരാഘവൻ പാർട്ടി സംസ്ഥാന സെക്രട്ടറി ആയിരിക്കെ ഭാര്യയെ അവിടെ മത്സരിപ്പിച്ച ഒരു ചരിത്രമുണ്ട്, ഒരു മുൻകാല ചരിത്രമുണ്ട്. അത് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് താൻ ഒഴിയുന്ന സീറ്റിലേക്ക് ഭാര്യയും പാർട്ടിയുടെ കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗവുമായ പി.കെ. ശ്യാമളയെ മത്സരിപ്പിക്കണമെന്ന ആവശ്യം MV ഗോവിന്ദൻ മുന്നോട്ട് വെച്ചത്. അത് എന്തായാലും ജില്ലാ നേതൃത്വം അക്കാര്യത്തിൽ തീരുമാനമെടുക്കട്ടെ എന്നതായിരുന്നു കഴിഞ്ഞ തവണ ചേർന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ ഒരു പൊതുവായ നിലപാട്. ഇന്നലെ ചേർന്ന ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം ഈ വിഷയം ചർച്ച ചെയ്തിട്ടുണ്ട്. എന്തായാലും ഒരു ഒറ്റ പേരിലേക്ക് തളിപ്പറമ്പിൽ ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം എത്തിയിട്ടില്ല എന്ന വിവരമാണ് ഇന്നലെ നേതാക്കളുമായി സംസാരിക്കുമ്പോൾ ഒക്കെ നമുക്ക് മനസ്സിലാവുന്നത്. അങ്ങനെ MV ഗോവിന്ദന്റെ ഒരു നിലപാട് സ്വാഭാവികമായും ഇന്നത്തെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ നിർണായകമാകും. MV ഗോവിന്ദൻ ഭാര്യയെ തന്നെ മത്സരിപ്പിക്കണമെന്ന വാശിയിൽ ഉറച്ചു നിൽക്കുമോ, അതല്ലെങ്കിൽ ആ കാര്യത്തിൽ MV ഗോവിന്ദൻ എന്തെങ്കിലും തരത്തിലുള്ള നിലപാട് മാറ്റം ഉണ്ടാകുമോ എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരുപക്ഷെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ പൊതുവികാരം പി.കെ. ശ്യാമളയെ മത്സരിപ്പിക്കരുത് എന്ന തരത്തിലേക്ക് ഉയർന്നു വന്നാൽ അത് MV ഗോവിന്ദൻ അംഗീകരിക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ അവിടെ MV ജയരാജൻ, CPMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം കൂടിയായ MV ജയരാജനെ തളിപ്പറമ്പിൽ പരിഗണിക്കാനാണ് ഇപ്പോഴുള്ള തീരുമാനം. നേരത്തെ ആന്തൂർ നഗരസഭയുടെ ചെയർപേഴ്സൺ ആയിരിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ പി.കെ. ശ്യാമളയ്ക്കെതിരെ നിരവധിയായ ആരോപണങ്ങൾ ഉയർന്നിരുന്നു. പാർട്ടിയെ പ്രതിസന്ധിയിലാക്കിയ ആന്തൂർ സാജന്റെ ആത്മഹത്യ അടക്കമുള്ള വിഷയങ്ങൾ വലിയ തോതിൽ പാർട്ടിയെ വലിയ പ്രതിസന്ധിയിലാക്കിയ വിഷയങ്ങളാണ്. അതുകൊണ്ട് തന്നെ വീണ്ടും ശ്യാമളയെ അവിടെ മത്സരിപ്പിക്കുന്നതിനെതിരെ അവിടെ പാർട്ടിക്കിടയിൽ വലിയ എതിർപ്പുണ്ട്. മാത്രമല്ല, തളിപ്പറമ്പ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വളരെ നിർണായകമായ പോരാട്ടം നടന്ന മണ്ഡലമാണ്.
അവിടെ കെ സുധാകരൻ ഏതാണ്ട് 4000-ലധികം വോട്ടുകളുടെ ഭൂരിപക്ഷം തളിപ്പറമ്പ് നിയമസഭാ മണ്ഡലത്തിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേടുക കൂടി ചെയ്ത ഒരു മണ്ഡലമാണ്. കാരണം മാത്രമല്ല, തദ്ദേശ തെരഞ്ഞെടുപ്പിലും വലിയ തിരിച്ചടി തളിപ്പറമ്പ് നിയമസഭാ മണ്ഡലത്തിൽ CPM ഉണ്ടായിട്ടുണ്ട്. തളിപ്പറമ്പ് ബ്ലോക്ക് പഞ്ചായത്ത് അടക്കം കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്ക് നഷ്ടമാകുന്ന സാഹചര്യമുണ്ടായി. ഒരുപക്ഷെ തളിപ്പറമ്പ് ബ്ലോക്ക് പഞ്ചായത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് അത് LDFന് നഷ്ടമാകുന്ന സാഹചര്യമുണ്ടായത്. അങ്ങനെ എതിരായ സാഹചര്യങ്ങൾ അവിടെ പാർട്ടിക്കും മുന്നണിക്കും എതിരായ സാഹചര്യങ്ങൾ അവിടെ നിരവധിയുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു സ്ഥാനാർത്ഥിത്വം കൂടി വളരെ നിർണായകമാകണം. അതല്ലെങ്കിൽ ഒരുപക്ഷെ തളിപ്പറമ്പ് നഷ്ടമാകാനുള്ള സാധ്യതയുണ്ടെന്ന നിലപാടാണ് അവിടെ പാർട്ടിയിലെ ഒരു വിഭാഗം ആളുകൾ എടുക്കുന്നത്. തളിപ്പറമ്പ് നഷ്ടപ്പെടുത്തുന്നതിന് വേണ്ടി പാർട്ടി മനഃപൂർവ്വം എടുത്ത തീരുമാനമാണോ എന്നതടക്കമുള്ള ആക്ഷേപങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഉയരുന്നുണ്ട്. മാത്രമല്ല, പാർട്ടിയുടെ പ്രധാനപ്പെട്ട ചില ആളുകൾ, പാർട്ടിയുടെ ചില പ്രധാന നേതാക്കൾ അടക്കമുള്ള ആളുകൾ ഈ അഭിപ്രായം മുന്നോട്ട് വെക്കുകയും ചെയ്യുന്നുണ്ട്. അതവർ പരസ്യമായി പ്രകടിപ്പിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. മാത്രമല്ല, ഇന്നലെ ചില സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിലൊക്കെ ആ പാർട്ടിയുമായി അടുത്ത് നിൽക്കുന്ന ആളുകളൊക്കെ പറഞ്ഞത് പാർട്ടിയുടെ ഔദ്യോഗിക തീരുമാനം പുറത്തു വരട്ടെ, അതുവരെ നിശബ്ദത പാലിക്കാം എന്ന തരത്തിലുള്ള കമന്റുകളും മറ്റുമൊക്കെ പ്രത്യക്ഷപ്പെട്ടിരുന്നു. അതായത് ശ്യാമള സ്ഥാനാർത്ഥിയാക്കാൻ സംസ്ഥാന നേതൃത്വം ഔദ്യോഗികമായി തീരുമാനിച്ചാൽ അതൊരു പക്ഷേ വലിയ പൊട്ടിത്തെറിയിലേക്ക്, വലിയ പ്രതിഷേധത്തിലേക്കും കൂടി പോകാനുള്ള സാധ്യതയുണ്ട്. നിലവിൽ പയ്യന്നൂർ നിയമസഭാ മണ്ഡലത്തിൽ പാർട്ടി വലിയ പ്രതിസന്ധിയിലാണ്. അവിടെ വിഭാഗീയത വളരെ രൂക്ഷമാണ്. അതിനിടയിൽ തൊട്ടടുത്ത തളിപ്പറമ്പിൽ കൂടി ഇത്തരത്തിൽ അണികൾക്കിടയിൽ നിന്ന് തന്നെ വലിയ ആക്ഷേപങ്ങൾ ഉയരുന്ന സാഹചര്യത്തിൽ അതിനെ അവഗണിച്ചുകൊണ്ട് PK ശ്യാമളയെ സ്ഥാനാർത്ഥിയാക്കുന്നതിൽ വലിയ എതിർപ്പ് പാർട്ടിക്കുള്ളിലുണ്ട്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ ഇന്നത്തെ സെക്രട്ടേറിയറ്റിൽ ഒരു പുനരാലോചന ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇക്കാര്യം MV ഗോവിന്ദൻ കൂടി ആ നിലപാടിൽ അയവ് വരുത്തുകയാണെങ്കിൽ PK ശ്യാമളയെ അവിടെ മാറ്റി MV ജയരാജൻ തളിപ്പറമ്പിൽ LDFന്റെ സ്ഥാനാർത്ഥിയാകും. തീർച്ചയായിട്ടും അങ്ങനെയാണെങ്കിൽ തളിപ്പറമ്പിലെ PK ശ്യാമളയുടെ സ്ഥാനാർത്ഥിത്വത്തിനെതിരെ പ്രതിഷേധമുയരുന്ന സാഹചര്യത്തിലാണ് ഇത് സംബന്ധിച്ച ഒരു പുനരാലോചനയ്ക്ക് സംസ്ഥാന സെക്രട്ടറി തയ്യാറാവുന്നത്. ഒരു പുനരാലോചന അത് അനുവദനീയമാണെങ്കിൽ അത് പ്രത്യേകിച്ച് MV ഗോവിന്ദന്റെ കൂടെ സമ്മതത്തോടു കൂടിയായിരിക്കും. അദ്ദേഹമാണ് ഭാര്യയായ PK ശ്യാമളയെ അവിടെ സ്ഥാനാർത്ഥിയായി നിർദ്ദേശിക്കുന്നത് അടക്കമുള്ള കാര്യങ്ങൾ നടത്തുന്നത്. സ്വാഭാവികമായിട്ടും എന്തായിരിക്കും സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ കാര്യത്തിലുള്ള നിലപാട് എന്നുള്ളത് ഇന്ന് തീരുമാനമെടുക്കും. അങ്ങനെയാണെങ്കിൽ MV ജയരാജൻ അവിടെ മത്സരിക്കാനുള്ള സാധ്യത അല്ലെങ്കിൽ മറ്റേതെങ്കിലും പേരുകൾ ഉയർന്നു വരുമോ തുടങ്ങിയ കാര്യങ്ങളാണ് ഇനി നോക്കുന്നത്. സുനിൽ ഐസക്കാണ് വിവരങ്ങൾ നൽകിയത്.